എല്ലാ ഫെമിനിസ്റ്റുകളുടെയും അണ്ണാക്കിൽ വെടിപൊട്ടിക്കാന്ന് കേട്ടുള്ളൂ. ഇതൊന്ന് കണ്ടോ കിട്ടോ, ഈ വീഡിയോ ഒന്ന് കണ്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം. കാരണം സ്ത്രീ ആയത് സ്ത്രീയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വലിയ അഭിമാനമല്ല, പുരുഷനായതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരസ്പര റെസ്പെക്ട് ആണ് വേണ്ടത്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലെ ഒരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. ഏതോ ഒരു കവി എഴുതി വെച്ച സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷൻ അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ, ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽ പവർ ഉള്ള സ്ത്രീ തന്നെയാണ്. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്, പക്ഷെ പുരുഷന്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാച പ്രചരണം വെച്ചിട്ടുണ്ട്. അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇമോഷണൽ ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാൾ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതൊരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശ കുർബാന ചൊല്ലാനല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം, അല്ലെ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിന്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പൊ പറയാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പൊ പ്രശസ്തനല്ലായിരിക്കും. അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോകും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു